മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് അധ്യാപകർ നമ്മോടൊപ്പം ചേരുകയാണ്. മുണ്ടക്കൈ സ്കൂളിലെ വയനാട് മുണ്ടക്കൈ സ്കൂളിലെ ശാലിനി ടീച്ചറും അശ്വതി. ഓക്കെ, ഗുഡ് മോർണിംഗ് ടീച്ചേഴ്സ്. രണ്ടുപേർക്കും ഒരുപാട് നല്ലൊരു ആശംസകൾ നേരുന്നു. അധ്യാപക ദിനത്തിൽ മുണ്ടക്കൈ സ്കൂളിലേക്കുള്ള ഇന്നത്തെ ഒരുക്കത്തിലാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വിടാം കേട്ടോ. 8:30 സ്കൂളിൽ പോകേണ്ടത്. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? നമ്മളൊരു വലിയ ദുരന്തം നേരിട്ട മേഖലയാണെന്ന് അറിയാം, പക്ഷെ അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ എങ്ങനെ വീണ്ടും തിരികെ വരുമായിരുന്നില്ലേ മുണ്ടക്കയിലേക്ക്? ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു തോന്നുന്നു. അത് ഞാൻ ശാലിനി ടീച്ചറോട് ചോദിക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ജൂണിലാണ് ഇവിടുന്ന് മീനങ്ങാടി സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയത്. യാത്രയുടെ ഒരു സൗകര്യം നോക്കിയിട്ടാണ് അങ്ങനെ ഒരു ട്രാൻസ്ഫർ കൊടുത്തത്. അപ്പൊ തന്നെ തീരുമാനം ശരിയായിരുന്നില്ല എന്ന് തോന്നി. പിന്നെ ഏത് ദുരന്തം നടക്കുമ്പോൾ രക്ഷിതാക്കളുടെയും മക്കളുടെയും ഒപ്പം നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവരും പറഞ്ഞു. എനിക്കും പോകാൻ താല്പര്യമായിരുന്നു. അങ്ങനെയാണ് സ്കൂളിലേക്ക് തിരികെ പോകാനുള്ള ഒരു തീരുമാനം എടുത്തത്. ഞാൻ ഇന്നലെ ഓർഡറായി. അപ്പോ ഇനിയിപ്പം കുട്ടികളുടെ കൂടെ കൂടാം എന്നുള്ള ഒരു സന്തോഷം. അശ്വതി ടീച്ചർക്ക് എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് ജൂലൈയിലാണ് ട്രാൻസ്ഫർ കിട്ടിയത്. വീട്ടില് വെക്കേഷനിലായിരുന്നു ഇതിന് കൊടുത്തത്, പിന്നെ ട്രാൻസ്ഫറിന് കൊടുത്തത്. അപ്പം വീട്ടില് മക്കള് ചെറുതാണ്. അപ്പം അമ്മയ്ക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, അച്ഛന് സുഖമില്ലാത്ത കാരണം. ആ ഒരു സിറ്റുവേഷനിലാണ് കൊടുത്തത്. ട്രാൻസ്ഫർ കിട്ടിയപ്പോ ശാലിനി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ കൊടുക്കേണ്ടിയിരുന്നില്ല, ആവശ്യമായി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഇതിലേക്ക് മാറിയിരുന്നു. ഇന്ന് ഞാൻ മുണ്ടക്കൈയിൽ തിരിച്ച് ജോയിൻ ചെയ്യാണ്. ഒരുപാട് സന്തോഷമുണ്ട്, അതിലേറെ ദുഃഖമുണ്ട്. കുറച്ച് മക്കളൊക്കെ ഞങ്ങൾക്ക് പോയി, അപ്പൊ സ്കൂളിൽ അവരെ കാണില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. വല്ലാത്തൊരവസ്ഥയാണെന്ന് അറിയാം, നമുക്ക് ഊഹിക്കാം. എങ്കിൽ പോലും അശ്വതി ടീച്ചറെ, ഈ നമ്മളുടെ ഇപ്പൊ ടീച്ചറെ പ്രിയപ്പെട്ട കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നല്ലോ. അവർ ചിലരൊന്നും ഉണ്ടാവില്ല തിരികെ ചെല്ലുമ്പോൾ. ചിലരൊക്കെ എവിടെയൊക്കെയോ ആയി ചിന്നിച്ചിതറിപ്പോയ സാഹചര്യമാണ്. ദുരന്തത്തിന്റെ ഒരു ആ ഭൂമിയിലേക്ക് വീണ്ടും പോകുമ്പോൾ എങ്ങനെയാണ് അവരൊക്കെ ഒരു വല്ലാത്ത രീതിയിൽ ഓർമ്മയിലേക്ക് വരില്ലേ? ആ ക്ലാസ് റൂമുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ സ്വാഭാവികമായും അറിയാതെ തന്നെ നമുക്ക് ഒന്ന് ഹൃദയം പിടഞ്ഞു പോയില്ലേ? തീർച്ചയായിട്ടും. ഇന്നലെ ഞാൻ മേപ്പാടി സ്കൂളിലാണുള്ളത്. ഇപ്പൊ ഉള്ളത് മേപ്പാടി സ്കൂളിലാണ്. അപ്പം ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ മക്കളെടുത്ത് പോകാറുണ്ട്. അപ്പം ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ മക്കളെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരികയാണ്. കുഴപ്പമില്ല ടീച്ചറെ, നമുക്ക് മനസ്സിലാവും അത്. ശാലിനി ടീച്ചറിൽ ആദ്യം സംസാരിച്ചു. ശാലിനി ടീച്ചറെ, ഈ എന്താ ചെയ്യുക? ഈ നേരത്തെ ഇപ്പൊ ടീച്ചർ ഏറ്റവും ഒടുവിലുണ്ടായിരുന്നത് മേപ്പാടി സ്കൂളിലാണ്. ഏത് സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും പോകുന്നത് മുണ്ടക്കൈയിലേക്ക്? രണ്ടുപേരും അല്ല, ഞാൻ മീനങ്ങാടി ഗവൺമെന്റ് സ്കൂളിൽ നിന്ന്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. നേരത്തെ സ്കൂളിൽ എത്ര കാലം ഉണ്ടായിരുന്നു ടീച്ചർ? ശാലിനി ടീച്ചറാണ് ചോദിച്ചത്. ഞാൻ 2022 സെപ്റ്റംബറിലാണ് ജോയിൻ ചെയ്തത്. ഞാൻ ആലപ്പുഴയിലാണ് നീലപ്പേരൂർ ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് ജില്ല മാറി ട്രാൻസ്ഫർ ആയതാണ് വയനാട് ജില്ലയിലേക്ക്. കൊടുത്ത് വന്നതാണ്. സ്വദേശം ജനിച്ചു വളർന്നത് കാഞ്ഞിരപ്പള്ളിയാണ്, കോട്ടയം ജില്ലയിൽ. അവിടെ നിന്നാണ് ആദ്യം ഞാൻ PSC പാലക്കാട് ജില്ലയിലായിരുന്നു, എലപ്പുള്ളി. അവിടെയാണ് PSC ഫസ്റ്റ് പോസ്റ്റിംഗ് ആയിരുന്നത്. അവിടുന്ന് പിന്നെ കൊടുവായൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വർക്ക് ചെയ്തു. അവിടുന്നാണ് കൊടുവായൂർ GBLPയിൽ നിന്നാണ് കുട്ടനാട്ടിലേക്ക് പോയത്. കുട്ടനാട്ടിൽ 5 കൊല്ലം വർക്ക് ചെയ്തു. അവിടുന്നാണ് വയനാട്ടിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തത്. അപ്പൊ വയനാട് നിയമനം ലഭിച്ചത് മുണ്ടക്കൈ ഗവൺമെന്റ് LP സ്കൂളിലേക്കായിരുന്നു. അങ്ങനെ 2022 സെപ്റ്റംബറിലാണ് ഈ സ്കൂളിലേക്ക് എത്തിയത്. ജൂൺ 15-ാം തീയതിയോടുകൂടി, ഈ വർഷം ജൂൺ 15-ാം തീയതിയോടുകൂടിയാണ് മീനങ്ങാടി ഗവൺമെന്റ് LP സ്കൂളിലേക്ക് മാറിയത്. ശാലിനി ടീച്ചർ എത്ര കാലം ഈ സ്കൂളിലുണ്ടായിരുന്നു?
2022 സെപ്റ്റംബർ മുതൽ ഈ ഈ വർഷം ജൂൺ വരെ. ഓക്കെ. അശ്വതി ടീച്ചർ എത്ര നാളുണ്ടായിരുന്നു ആ മുണ്ടക്കയില്? ഞാന് 2.5 വർഷക്കാലം. ഞാന് 2022 ഫെബ്രുവരിയിലാണ് എന്റെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആയിരുന്നു മുണ്ടക്കൈ. ഈ ജൂലൈ 17-നാണ് ഞാന് GLP മേപ്പാടിയിൽ ജോയിൻ ചെയ്തത്. ടീച്ചേഴ്സിന്റെ സബ്ജക്റ്റുകൾ പറയാം. അശ്വതി ടീച്ചറിന്റെ ഏതാണ് സബ്ജക്ട്? ഏതാ? ഞങ്ങൾ LPS-ലാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി, റൈറ്റ്. ഓക്കെ. ഇന്ന് ഈ അധ്യാപക ദിനമാകുമ്പോൾ എന്തെങ്കിലും പ്രത്യേക പ്ലാൻ ഉണ്ടോ? പ്രത്യേകിച്ച് അധ്യാപക ദിനത്തിൽ വീണ്ടും സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ, കുട്ടികൾക്ക് അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? ഒരു പണി, ശാലിനി ടീച്ചർ ആദ്യം പറയാം, അതിന്റെ അശ്വതി ടീച്ചർ പറയട്ടെ. കാരണം ഓർഡർ ഇപ്പം ഞാൻ നാളെയാണ് മുണ്ടക്കൈ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുള്ളൂ. മീനങ്ങാടി സ്കൂളിലേക്കാണ് ഇന്ന്. അവിടെ ആ സ്കൂളിൽ തന്നെയാണ് ഉള്ളത്. നാളെയാണ് ജോയിൻ ചെയ്യുള്ളൂ. ഓക്കെ. അശ്വതി ടീച്ചർ ഇന്നല്ലേ? അതെ. എന്താണ് നേരെ പോയി കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്? നേരെ പോയി മക്കളെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് നഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരെ നമ്മള് ചേർത്ത് പിടിക്കണം. മക്കളെ മാത്രല്ല, രക്ഷിതാക്കളും ഈ ഒരു ഉറ്റവരും ഒക്കെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലല്ലേ. അവിടെയും നമുക്ക് ചേർത്ത് പിടിക്കണം. എങ്ങനെയായിരുന്നു ആദ്യം സ്കൂള് ഊർജ്ജസ്വലമായിട്ട് കൊണ്ടുപോയത്, ഇതിലേക്ക് ഒരു കൂട്ടരെയും മക്കൾ രക്ഷിതാക്കൾക്ക് കൊണ്ടുവരാൻ ഉള്ള ശ്രമം നടത്തണമെന്നുണ്ട്. ശാലിനി ടീച്ചറും കൂടെ വരുന്നതിൽ ഒരുപാട് സന്തോഷം. ശരി. ടീച്ചറെ, എങ്ങനെയാ ആ സ്കൂളിലേക്ക് ഒരു പഴയൊരു സാഹചര്യം എങ്ങനെയായിരുന്നു? മുണ്ടക്കയിലെ ഇപ്പോ സാഹചര്യം അമ്പെ മാറിയെന്നറിയാം. നമ്മളൊക്കെ ഈ പറയുന്ന പോലെ ദൂരെ നിന്ന് കണ്ടിട്ട് പോലും ഹൃദയം വിങ്ങിയവരാണ് നമ്മളൊക്കെ. ഈ ന്യൂസ് റൂമുകളിൽ പോലും പലപ്പോഴും പലരുടെയും ഇങ്ങനെ വിങ്ങിപ്പൊട്ടെന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ നേരിട്ട് ഇടപെടുന്ന ഒരു സാഹചര്യത്തിൽ ഊഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കായിരിക്കും നിസ്സംശയം. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? കുട്ടികളൊക്കെ മുഴുവനും മൂവ് ഓൺ ആയി, ഓക്കെ ആയി വരുന്നുണ്ടോ കുട്ടികൾ? കുട്ടികൾക്ക് ഒച്ചയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെ രാത്രിയായിരുന്ന സമയത്തെ, കുട്ടികൾ ഉറങ്ങിക്കിടന്ന സമയത്താണല്ലോ ഈ ഒരു സംഭവം ഉണ്ടായത്. അതുകൊണ്ട് ശബ്ദത്തെയൊക്കെ കുട്ടികൾക്കൊരു പ്രയാസമുണ്ട്. പിന്നെ നമ്മളെ കാണുമ്പോൾ അവർ ഓടി വരും. ഒരു കുട്ടികളുമായിട്ട് അവിടുത്തെ അധ്യാപകർക്ക് നല്ലൊരു അറ്റാച്ച്മെന്റ് ആയിരുന്നു, അവരുടെ വീട്ടുകാരും ഒക്കെ ആയിട്ട്. അപ്പം നമ്മളെ കാണുമ്പോൾ അവർക്ക് സങ്കടങ്ങൾ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് അവർ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് നിൽക്കും കുറെ സമയം. നമുക്ക് അവരോട് എന്താ പറയാ, അവരുടെ സ്വന്തം എന്ന് പറയാൻ തൊട്ട് ബന്ധുക്കാരൊക്കെയും കുറെ ആളുകൾ പോയിട്ടുണ്ട്. അപ്പോ നമുക്കും കുട്ടികളോട് എന്താണ് ആ സമയം പറയേണ്ടതെന്നുള്ളത്, നമുക്ക് ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്കൂളിന്റെ ശരിക്കും മുണ്ടക്കൈ ആ ഒരു ഭാഗം തന്നെ ഇല്ലാണ്ടായ ഒരു അവസ്ഥയാണ്. അപ്പൊ ഒരു തവണ സ്കൂൾ പരിസരത്ത് പോയിരുന്നു. നമുക്കത് കാണുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റൂല. കാര്യം ആ ഒരു സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ അങ്ങനെയായിരുന്നു. സ്കൂളും അതിന്റെ ഗ്രൗണ്ടും അതിനോട് ചേർന്നുള്ള പുഴയും ഒക്കെ ആയിട്ട് കുട്ടികൾ വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് അവരുടെ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറിയതിൻ്റെതായ കുറെ ബുദ്ധിമുട്ടുകളും ഉണ്ട്. നമുക്കറിയാലോ, നമ്മളൊരു കളിച്ചു വളർന്ന ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് പറിച്ച് നടുമ്പോഴുണ്ടാകുന്ന ഒരു പ്രയാസം, ആ ഒരു ബുദ്ധിമുട്ടൊക്കെ കുട്ടികൾക്കുണ്ട്. പതിയെ എല്ലാം മാറാനുള്ള കാര്യങ്ങള് കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകണം. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകണം. അല്ല ഇനിയിപ്പോ എന്തായാലും മുണ്ടക്കൈ എന്ന് പറയുന്ന വാസയോഗ്യമായിട്ടുള്ള ഒരു സ്ഥലം അല്ല എന്നാണല്ലോ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് ഏറ്റവും മികച്ചവരായി കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കും. ഓക്കെ. ഉറപ്പായിട്ട് നമുക്ക് മുന്നോട്ട് പോയാലേ കഴിയൂ. നമുക്ക് എല്ലാം ഉൾക്കൊണ്ട് അതിജീവിച്ചല്ലേ മതിയാകൂ. അശ്വതി ടീച്ചറെ, ഈ ആ സ്കൂളിന്റെ പരിസരത്തേക്കൊക്കെ പോയിരുന്ന ദുരന്തം നടക്കുന്ന സമയത്തൊക്കെ അവിടെ പോകാൻ കഴിഞ്ഞിരുന്നോ? പ്രിയപ്പെട്ട രക്ഷിതാക്കളൊക്കെ കണ്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ ആ സമയത്ത്? ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങള് രണ്ടുപേരും ഒന്നിച്ചാണ് പോയത്. ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അവിടെ ഒന്നും കണ്ടാൽ സഹിക്കില്ല. കാരണം
ആ എല്ലാ ഏരിയയും നമുക്ക് അറിയുന്നതാണ്. മുണ്ടക്കയിലെ എല്ലാ ഏരിയയും മക്കളുടെ വീടുകളൊക്കെ എവിടെയാ ഉള്ളത് എന്നൊക്കെ നെഞ്ചു പൊട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നൊക്കെ. ഈ മുണ്ടക്കൈ വെള്ളാമല സ്കൂളിന്റെ വലിയൊരു നാശം നമുക്കറിയാം, നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ദൃശ്യങ്ങൾ. അതിന്റെ അപ്പുറത്തേക്ക് ഈ മുണ്ടക്കൈയിലെ സ്കൂളിലെ സാഹചര്യം എന്തായിരുന്നു? അവിടെ കാര്യമായിട്ടുള്ള നാശമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അല്ലെ സ്കൂളിന്? മുണ്ടക്കൈന്റെ LP സെക്ഷൻ ഓഫീസ് ഇരിക്കുന്ന കെട്ടിടത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനോട് ചേർന്ന് തന്നെയായിരുന്നു കുട്ടികളുടെ ഡൈനിങ് ഏരിയ. ആ ഭാഗത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. പ്രീ പ്രൈമറിയും ഇപ്പൊ താൽക്കാലികമായിട്ട് അടുക്കളയും പ്രവർത്തിച്ചിരുന്ന ഭാഗമാണ് നഷ്ടം സംഭവിച്ചത്. ആ കെട്ടിടമാണ് തകർന്ന അവസ്ഥയിലുള്ളത്. ടീച്ചർ, ഏകദേശം എത്ര കുട്ടികളുണ്ട് മുണ്ടക്കൈയിൽ ഇപ്പോ? പ്രീ സ്കൂളും കൂടെ ചേർത്തിട്ട് 73 കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ. അപ്പൊ അവർക്ക് ഈ അങ്ങോട്ടേക്കുള്ള യാത്രയൊക്കെ പ്രശ്നമുണ്ടോ? ഈ വഴിയൊക്കെ ആകെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയല്ലോ. അപ്പോൾ യാത്രയൊക്കെ എങ്ങനെയാണ് അവർ? അല്ല, ഇപ്പം അവര് പുനരധിവസിപ്പിച്ചിട്ടുണ്ടല്ലോ താൽക്കാലികമായിട്ട് വാടക വീടുകളിലേക്ക്. അപ്പോ കുട്ടികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഗവൺമെന്റ് വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് കുട്ടികൾ ഇപ്പൊ സ്കൂളിലെത്തുക. സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്നുള്ള രക്ഷിതാക്കളുടെ ആഗ്രഹം കൊണ്ട് അവര് അത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നുണ്ട്. തീർച്ചയായും. എന്തോ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം, നമ്മളൊരു ഹെൽപ്പ് ലൈൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ടീച്ചേഴ്സ് പോലും വിളിച്ചിട്ട് ഇന്നൊരു കുട്ടി ഇന്ന സ്ഥലത്തുണ്ട്, കുട്ടികളുടെ പാരന്റ്സിനെ കാണുന്നില്ല, ഇങ്ങനെയുള്ള ഇവരുടെ ഒരു ദുഃഖം കാണുമ്പോൾ എനിക്ക് അതും കൂടിയാണ് ഓർമ്മ വരുന്നത്. ഒരുപാട് പേർ അന്ന് വിളിച്ചിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്കിടയിൽ ഒരു സൗഹൃദം കൂടി ഉണ്ടെന്ന് തോന്നുന്നല്ലേ? രണ്ട് അധ്യാപകറിന് അപ്പുറത്തേക്ക് രണ്ട് വ്യത്യസ്ത സ്കൂളിലേക്ക് മാറി പോയെങ്കിൽ പോലും ആ സൗഹൃദം എപ്പോഴും നിലനിർത്തുന്നു ശ്രുതി ടീച്ചറും ശാലിനി ടീച്ചറും. അതുണ്ട്. ഞങ്ങള് എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ്. മുണ്ടക്കൈ സ്കൂളിലെ എല്ലാവരും നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. റൈറ്റ്. എന്നാലും ഒരുപാട് സന്തോഷം ടീച്ചർമാർ രണ്ടുപേരുടെ അധ്യാപക ദിനത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. പ്രത്യേകിച്ചും ആ മേഖലയിലേക്ക് വീണ്ടും മടങ്ങിപ്പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് അവിടേക്ക് മുണ്ടക്കൈയിലേക്ക് തിരികെ ചെല്ലുന്ന നിങ്ങളുടെ ആ വലിയ മനസ്സിന്, അത് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മനസ്സിന് മുന്നിൽ വലിയ കൂപ്പ് നൽകുകയാണ്. അധ്യാപക ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസയും നൽകുന്നു. താങ്ക് യു സോ മച്ച് ജോയിനിങ് അശ്വതി ടീച്ചർ ആൻഡ് ശാലിനി ടീച്ചർ. താങ്ക് യു സോ മച്ച്.